സീതയുടെ വീട്ടിലെത്തുന്ന മതികല സീതയുടെ മനസ്സിൽ സംശയത്തിന്റെ കരട് വീഴ്ത്തുന്നു. കുറേ നേരമായി സീതയെടുത്തി. ജോലി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ബാലനുമായി മനസ്സിന് തർക്കമുണ്ടാകുന്നു. എന്റെ നോട്ടത്തിൽ ഈ ലോകത്ത് മറ്റാരേക്കാളും വൈരാഗ്യപ്പോ ബാലേട്ടനാണല്ലോ. എങ്കിൽ കണക്കായി പോയടാ, നിനക്ക് ജോലി കിട്ടരുത്. മതികല മനസ്സിനെ ആക്രമിക്കാൻ ശിവയെ ഏർപ്പെടുത്തുന്നു. അതിന്റെ പേരിൽ അകത്തു പോവേണ്ടി വന്ന പോവേണ്ടത് ബാലേട്ടൻ. പിച്ചള മനസ്സിനെ രക്ഷപ്പെടുത്തുന്നു. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട മനസ്സിനെ അന്വേഷിച്ച് ശിവയെത്തും. ഈ ഒറ്റയ്ക്കുള്ള സഞ്ചാരം നിർത്ത്. നിനക്ക് എവിടെയെങ്കിലും പോകാനോ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റാനോ ഉണ്ടെങ്കിൽ എന്നോട് പറ. അല്ലടാ. പിച്ചളയുടെ മനസ്സിൽ ശിവയെക്കുറിച്ച് സംശയം. അവന്റെ ഈ സ്നേഹം കാണുമ്പോഴാണ് എന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നത്. ഞാനൊന്നൊരു ഒറ്റ ചിന്തയുള്ളൂ, എനിക്ക് വേണ്ടി ചാവും അവൻ. എന്താ ഭായി ചിരിച്ചത്? ഒന്നുമില്ല ഭായി, ചിരിച്ചെന്നേ ഉള്ളൂ. കാപ്പി. അതെ, ഇത് ഞാനിട്ട കാപ്പിയാണേ. എന്റെ കൈ പൊല്ലുവേ, ഈ ചൂടായോണ്ട് വലിയ എടുത്തോണ്ട് വന്നതാ. ഓ സമ്മതിച്ചേ. കുച്ചേ കുച്ചേ കുച്ചേ. ചൂടാറിയല്ലേ? എങ്ങനെയുണ്ട് കാപ്പി? സൂപ്പർ അല്ലേ? സൂപ്പർ. പിന്നെ സൂപ്പർ ഹിറ്റ് അല്ലേ? മനസ്സിലാ, നമുക്കൊന്ന് ഇറങ്ങി നടന്നാലോ? എന്തെങ്കിലും വർത്താനവും പറയാലോ. പിന്നെന്താ, വാ. അപ്പൊ കൈ വന്ന ജോലി അങ്ങനെ പോയി അല്ല ഭായി? അത് പിന്നെ ജീവന് കൊതിയില്ലാത്ത ആളുകളുണ്ടോ പിച്ചളെ? അത് നേരാണ്. ആരെങ്കിലും സ്വന്തം സീൻ കോൺട്രാക്റ്റിക്കൊണ്ട് വേറൊരാളുടെ സീന് ജോളിയാക്കി കൊടുക്കുവോ? തൽക്കാലം ബായിക്ക് ഞാനൊരു ജോലി ശരിയാക്കി തരാം. മോഷണത്തിന് എനിക്ക് താല്പര്യമില്ല. മോഷണമല്ല ബായ്, എനിക്കെതിരായിട്ട് ബായിനെ പോലൊരു കള്ളൻ ഫീൽഡിൽ വരുന്നത് എനിക്കിഷ്ടല്ല. ഇത് വേറൊരിടത്താ. എവിടെ? അതൊക്കെ ഉണ്ട് ബായ്. ഈ കള്ളന്റെ സീന് അത്ര ഡാർക്കൊന്നും അല്ല ബായ്. നമുക്കുണ്ട് ചില കണക്ഷൻസ് ഒക്കെ. പട്ടണത്തിനടുത്ത് ഒരു രാജൻ കോശി മുതലാളിയുണ്ട്. അങ്ങേർക്ക് ഒരു കറി പൗഡർ യൂണിറ്റ് ഉണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞള്, കുരുമുളക് എന്ന് വേണ്ട കണ്ട കണച്ചാണി എല്ലാം അവിടെ ഉണ്ട്. അവിടെ ബായ്ക്ക് ഞാനൊരു ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ട് ബായ്. നേരാ ബായ്. ഈ കള്ളം ബായോട് കള്ളത്തരം പറയത്തില്ല ബായ്. എന്ത് ജോലിയാ ബായ്? കറി പൗഡർ യൂണിറ്റില് കലക്ടർ. സീൻ ചുമ്മാ കോമഡി ആക്കല്ല ബായ്. അവിടെ ചെയ്യാൻ പറ്റുന്ന പണിയൊക്കെ ബായ് ചെയ്യേണ്ടി വരും. സെയിൽസ്മാൻ ആവേണ്ടി വരും, സെയിൽസ് വാൻ ഓടിക്കേണ്ടി വരും. എനിക്ക് എങ്ങനെയെങ്കിലും സീതയുടെ വീട്ടിൽ നിന്ന് മാറുകയും വേണം പിച്ചളെ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ താമസിക്കുന്നതുകൊണ്ട് സീതയുടെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. മാനസികമായി ഉണ്ടാകുന്ന വിഷമങ്ങൾ വേറെയും. അതിനും നമുക്ക് വഴി ഉണ്ടാക്കാവായി. ഈ രാജൻ കോശി സാറിനോട് തന്നെ ഞാൻ പറയാം വാടക വീടിന്റെ കാര്യം. പുള്ളി വിചാരിച്ച ഈസി അല്ലയോ? ഇപ്പൊ ബായ് കരുതുന്നുണ്ടാവും ഇതെന്തൊരു സീനാണ് അപ്പാന്ന് അല്ലെ? ഒരു കള്ളം പറഞ്ഞ ഒരു മുതലാളി കേക്കുവന്നല്ലേ? കേക്കും ബായ്. പണ്ടേ ഈ രാജൻ കോശി മുതലാളിയുടെ ഒരു പ്രോപ്പർട്ടീന്റെ ആധാരം ഒരാള് പിടിച്ചു വെച്ചിരുന്നതാ. ഞാനാ അത് രായ്ക്ക് രാമാനം പൊക്കിയെടുത്ത് മുതലാളിയുടെ മുമ്പിലിട്ട് കൊടുത്തത്. 1-2 സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സ് അല്ല ബായ്, 300 ഏക്കറിന്റെ. അതോടെ സീന് കേറി അങ്ങോട്ട് സൂപ്പർ ആയില്ല ബായ്. മുതലാളിക്ക് പിച്ചളാന്ന് പറഞ്ഞാലേ 100 ടങ്ക. എന്തോന്ന്? 100 നാക്ക്. സീൻ ഇത്തിരി സൂപ്പർ ആയിക്കോട്ടെ എന്ന് കരുതി അതാ പൊടിക്ക് ഇംഗ്ലീഷ് ഇട്ടു. അപ്പൊ ബായിന്റെ ജോലിന്റെയും വീടിന്റെയും ടെൻഷൻ ദാ ഈ പിച്ചള ഏറ്റെടുത്തിരിക്കുന്നു. ഇനിയിപ്പൊ ബായിക്ക് എന്താ പ്രശ്നം പറയ് ബായ്? വീടും ജോലിയും കിട്ടിയാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. പിന്നല്ലാതെ ഇനിയിപ്പൊ പകുതി പ്രശ്നമല്ലേ ഉള്ളൂ. കടല് നീന്തിക്കിടക്കണം നമ്മക്കൊക്കെയാണോ ബായ് ഒരു കുഞ്ഞാറ് നീന്തിക്കിടക്കാൻ പാട്?
ശത്രുക്കൾ പിന്നാലെയുണ്ട് ഭായി. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ എൻ്റെ കുട്ടിമണി. ബായിക്കൊന്നും സംഭവിക്കത്തില്ല ബായ്. നമ്മളെക്കാട്ടും വലിയ പാവികളെ മുകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന തിരക്കിലാ ദൈവം. അതിൻ്റെ ഇടയിലോട്ട് തള്ളു പിടിക്കാനായിട്ട് നമ്മൾ ചെല്ലണ്ട, സീൻ കോൺട്രയാവും. പിന്നെ ശത്രുക്കളുള്ളത് നല്ലതാ ബായ്. നമ്മളെ ജീവിതത്തിൽ നമ്മളെ വളർത്തുന്നത് ആരാ ബായ്? ആരാ? സ്തുതിപാഠകരും സുഹൃത്തുക്കളുമാണോ? അല്ല ബായ്, ശത്രുക്കളാ, പ്രതിയോഗികളാ. ശത്രുക്കളുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വിജിലന്റ് ആവും. ഒപ്പം ഓടാനൊരു എതിരാളി ഉണ്ടെങ്കിൽ നമ്മുടെ കാലുകളുടെ വേഗം കൂടും. രാത്രി സഞ്ചരിക്കുമ്പം മൂർക്കം പാമ്പുള്ള വഴിയിലൂടെ തന്നെ സഞ്ചരിക്കണം ബായി. ഒരുപാട് ശ്രദ്ധിച്ച് നടക്കുക. അന്നേരം കാലിലൊരു മുള്ളു പോലും കൊള്ളത്തുമില്ല. ഒരുത്തൻ നമുക്ക് നേരെ ഒരു കത്തി ഓങ്ങുമ്പം അവന് വേണ്ടി വേറൊരിടത്ത് വേറൊരു കത്തിരാഗി മിനുക്കുന്നുണ്ടെന്നാ. ജീവിക്കണമെന്ന് വല്ലാത്ത വാശിയ ഭായി. ഇപ്പോൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നടക്കും ബായ്, എല്ലാം നടക്കും. അല്ല ബായ്, ഞാൻ നേരത്തെയും ചോദിച്ചിട്ടുള്ള കാര്യ, ഈ ശിവ ആളെങ്ങനെ? പാവമാ. വിശ്വസ്തനാണോ 100%? അതെ. എന്താ ഭായി? എന്തോ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ചിലപ്പോ എന്റെ കണ്ണിന്റെ ആവും. കള്ളന്റെയും പോലീസിന്റെയും കണ്ണിന് സംശയം കൂടും. എന്നാലും എവിടെയോ ഒരു കുഞ്ഞ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ബായ്. അമിതമായ വിനയം, അമിതമായ ഭവ്യത, അമിതമായ സ്നേഹം, അമിതമായ ആത്മാർത്ഥത ഒക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ ബായ്. ശിവയെ കുറിച്ച് പറയുമ്പം ബായ്ക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെട്ടിട്ടുള്ളവനാ ഈ പിക്ചർ. ഞാൻ ചത്തു കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് എൻ്റെ ശരീരം കീറി മുറിച്ച് പഠിക്കാൻ കൊടുത്താ എൻ്റെ ഹൃദയം കാണുമ്പം പിള്ളേര് ചിരിച്ച് ചിരിച്ച് മരിക്കും ബായ്. രണ്ടാം ലോക മഹായുദ്ധത്തില് നേരിട്ട് പങ്കെടുത്ത പോലെ ആയിരിക്കും ഹൃദയം. നിറയെ വെട്ടും കുത്തും. അല്ല ഭായി, ഇപ്പൊ എവിടെയാ സ്റ്റേ ചെയ്യുന്നേ? ഒരു അമ്പലത്തിലാ ബായി. ഓ, ജയിലിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഭക്തിമാർഗമൊക്കെ ആയല്ലേ? കള്ളൻ എന്തോന്ന് ഭക്തിമാർഗം ബായി. അമ്പലത്തിലാവുമ്പോ പടച്ചോറ് കിട്ടും, പായസം കിട്ടും, പിന്നെ ഭണ്ഡാരക്കുറ്റിയും കണ്ട് ഭഗവാനോട് കടങ്കഥയും പറഞ്ഞു കിടക്കാം. ഈ അമ്പലത്തില് ഭഗവാൻ അത്ര കംഫർട്ടബിൾ അല്ലാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യ് ഭഗവാനെ, ഞാൻ കൊണ്ടുപോവാന്ന്. അതെ, വിഗ്രഹമോഷണമൊക്കെ വലിയ കേസാ. ഓ, എന്തോന്ന് കേസ്? അല്ല, ഉടനെങ്ങില്ല, എല്ലാം കൃത്യമായി വാച്ച് ചെയ്ത് വരുന്നേ ഉള്ളൂ. സീനിപ്പം ഡവേഷനല്ല. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാ, ബായ്ക്ക് ഇനിയിപ്പം ജോലിന്റെയും വീടിന്റെ ഒന്നും ടെൻഷൻ വേണ്ട. അത് പിച്ചളേറ്റു. എന്നാ പിന്നെ ഞാൻ പോട്ടെ ബായ്. ദീപാരാധന തൊഴണം. എന്നെ കണ്ടില്ലെങ്കിൽ ഭഗവാൻ തിരക്കും. അതാ. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ബായ്. സീൻ സൂപ്പറാവും, കണ്ടോ? നിനക്ക് നാണമില്ലേ ശിവ? വീണ്ടും ഒരു പരാജയ കഥ കൂടെ എന്റെ മുമ്പിൽ വന്ന് വിളമ്പാനായിട്ട്. പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പോടാ. അതല്ല മാഡം, പിള്ളേര് കൃത്യമായി മനസ്സിന് കെണി വെച്ചതാ. അന്നേരമാ ഇടയ്ക്ക് ആ മറ്റവൻ വന്ന് ചാടിയത്. മറ്റവനോ? ഏത് മറ്റവൻ? ആ, പിച്ചള. പിച്ചളയോ? അതെ, മനസ്സുജന്റെ കൂടെ ജയിലിലുണ്ടായിരുന്നവനാ. ഒരു കള്ളൻ. കള്ളനാണെങ്കിലും നേരും നെറിവുള്ളവനാണെന്നാ മനസ്സിയൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അവനെ കൂടെ ഒപ്പം നിർത്തണമെന്നാ മനസ്സിയന്റെ ഇപ്പോഴത്തെ തീരുമാനം. ഓ, അപ്പൊ അവൻ അംഗത്തുണയ്ക്ക് ആളെക്കൂട്ടുവാണല്ലേ? അതെ, നമ്മുടെ പിള്ളേരുടെ അടുത്ത് നിന്ന് മനസ്സുജൻ പിച്ചളയും കുട്ടി നേരെ പോയത് സീതയുടെ വീട്ടിലേക്കാ. ഓ, ഞാനും പുറകെ പോയിരുന്നു. എന്നിട്ട് നമ്മളാണ് അറ്റാക്കിന് പുറകിലെന്ന് വല്ല സൂചനയും മനസ്സുജന് കിട്ടിയോ? ഇല്ലെന്നാണ് എന്റെ തോന്നൽ. ബാലേട്ടനും വക്കീല് ഭാര്യയുമാവും ഇതിന്റെ പിന്നിലെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതും
അവനത്ര വിശ്വസ്തതായി എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് അവനെന്തു പറഞ്ഞു? ആ മറ്റേ കള്ളൻ പിച്ചള. അവനെ സൂക്ഷിക്കണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു മാഡം. എനിക്കത്ര പിടിച്ചില്ല. അവൻ്റെ ആ നോട്ടവും കുത്തിക്കിഴിഞ്ഞുള്ള ചില ചോദ്യങ്ങളും മനസ്സിനെടുത്ത് തലേ വെച്ചിരിക്കും അവനെ. അവൻ എവിടുത്തുകാരനാണെന്ന് വല്ല വിവരം കിട്ടിയോ? അവന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും മറ്റും? അങ്ങനെ കൃത്യമായിട്ടൊന്നും പിടികിട്ടില്ല. എന്തു ചോദിച്ചാലും അവൻ്റെ ഒരുമാതിരി ചൊറിയുന്ന മറുപടിയാണ്. എന്തു പറഞ്ഞാലും അതിൻ്റെ അകത്തൊരു മുടിഞ്ഞ സീൻ പ്രയോഗം. നമ്മുടെ സീനെന്ന് വെച്ചാൽ ഈ മൊത്തം ലോകമല്ലേ ഭായി. നമ്മുടെ സീനിൽ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഭായി. കണ്ടിടത്തോളം വീടും കൂടുമെന്നില്ലാത്തവനാ അവൻ പിച്ചള. ആരുമില്ലാത്തവനാണെങ്കിൽ തണ്ടല്ലിന്റെ ഉറപ്പും ആക്രമണത്തിന്റെ വീര്യവും കൂടും. അവന് മുന്നും പിന്നും നോക്കണ്ടല്ലോ. അത്തരം ഒരുത്തന്റെ പിന്തുണ ഈ ഘട്ടത്തിൽ മനസ്സിന് ഒരുപാട് ഗുണം ചെയ്യും. ശിവ, നമ്മൾ എന്ത് ചെയ്യണം മാഡം? മാഡം പറഞ്ഞതൊക്കെ ശരിയാ. ഒരു അത്താഴം മുടക്കിയായിട്ടാ എനിക്കവനെ തോന്നിയിട്ടുള്ളത്. തൽക്കാലം അവനെ ഒന്ന് ഫോളോ ചെയ്യും. അവൻ എവിടേക്ക് പോകുന്നു, എന്ത് ചെയ്യുന്നു, ഏത് രീതിയിൽ മനസ്സിജനെ സഹായിക്കുന്നു എന്നൊക്കെ എല്ലാം മനസ്സിജൻ അറിയാതെ വേണം. ഒരു വലം കൈ ഞാൻ അറുത്തു മാറ്റിയതോടെ മനസ്സിജന് വേറൊരു വലം കൈ. അണ്ണാ, എന്താ വെച്ചേ? എന്താ ഇവിടെ? ഒരു നകുലനെ കാണാൻ വേണ്ടി വന്നതാ. നകുലനോ? ഏത് നകുലൻ? ഈ ലോറിയൊക്കെ ഓടിക്കുന്ന നകുലൻ. ഓ, നമ്മുടെ ടിപ്പർ നകുലിനെ. ആ, അങ്ങനെ പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഓ, അല്ല, നകുലന്റെ ആരായിട്ട് വരും? നകുലന്റെ ആരുമായിട്ടും വരത്തില്ല. എനിക്ക് അയാളെ ഒന്ന് കാണണമായിരുന്നു. ഇവിടെ ഉണ്ടാവുമോ? അണ്ണ അപ്പുറത്തുണ്ടായിരുന്നു, ഞാൻ പോയി പറയാം. ആ, ഇപ്പൊ വരും. ശരി. അണ്ണാ, എന്താടാ? അണ്ണനെ കാണാൻ ഒരു സിനിമാ നടി വന്നിരിക്കുന്നു. സിനിമ നടിയോ? ഏത് സിനിമ നടി? പേരൊന്നും എനിക്കറിയത്തില്ല. കണ്ടിട്ടൊരു സിനിമാ നടിയുടെ കൂട്ടുണ്ട്. നല്ല സുന്ദരി ഒരു പെങ്കൊച്ചു. എന്നെ കാണാനോ? കാലത്തെ വെളിവില്ലാത്ത വർത്താനം പറഞ്ഞോണ്ടല്ലോ എന്റെ വാങ്ങിക്കുന്നേ. എന്റെ അണ്ണ സത്യ, പോയി നോക്ക്, അപ്പുറത്തിപ്പോണ്ട്. ഞാനാ നകുലൻ. നിങ്ങളാരാ? എന്നെ മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല, അതല്ലേ ചോദിച്ചത്. എന്റെ പേര് മതികല. ഞാൻ വയലൂരം വീട്ടിലെ രണ്ടാമത്തെ മരുമകളാണ്. അതായത് ബാലചന്ദ്രന്റെ അനിയൻ രവിചന്ദ്രന്റെ ഭാര്യ. മാണിക്യമംഗലത്തെ മതികല. അപ്പൊ എന്റെ വീടിന്റെ പേരൊക്കെ അറിയാല്ലേ? ആ, വലിയ പണക്കാർക്കൊക്കെ നല്ല പേരൊക്കെ കാണുമല്ലോ. എനിക്ക് നകുലനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അതിപ്പോ ഇവിടെ വെച്ച് നമുക്കല്പം മാറി നിന്ന് സംസാരിച്ചല്ലോ. അല്ല, എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? എനിക്കിപ്പം നകുലനെ കൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാനും നകുലനും ഒരേ ദിശയിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന ആളുകളാണെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ടു പോകുമ്പോൾ നകുലന്റെ സഹായം എനിക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒന്ന് പരിചയപ്പെടാനായിട്ടാ ഞാൻ വന്നത്. പരിചയപ്പെട്ട് എന്റെ പക്ഷത്തേക്ക് നകുലൻ വരുമോന്നറിയാനാ വന്നത്. മാഡത്തിന്റെ പക്ഷത്തേക്ക് വരാനോ? എന്തിന്? ഏത് കാര്യത്തിന്? കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. വയലോരം വീട്ടിൽ നിങ്ങൾക്കുള്ള അതേ ശത്രുത തന്നെയാ എനിക്കുള്ളത്. അപ്പോ പല കാര്യങ്ങളിലും നമുക്കിനി ഒന്നിച്ചു പോകേണ്ടി വരും. സമയമാകുമ്പോ ഞാൻ വന്ന് കണ്ടോളാം. വെറുതെ വേണ്ട, നകുലന്റെ എന്ത് കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ട്. പിന്നെ മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പിയുടെയും ജലജകുമാരിയുടെയും മകളാണെന്നേ എന്നെ നകുലൻ അറിയൂ. എന്റെ അമ്മയുടെ ആങ്ങളയാ DYSP ജയസേനൻ. നകുലന്റെയും നകുലന്റെ സർക്കിളിലും ഒക്കെ ഈ പേര് വളരെ ഫേമസ് ആയിരിക്കും. ഒന്ന് തിരക്കി നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്ന പോലെ ഒരു ഫോഴ്സിന്റെ സപ്പോർട്ട് നകുലനും നാളെ കിട്ടും. ഏതൊരു കാര്യത്തിനും എന്റെ കൂടെ നിന്ന. എന്തായാലും പരിചയപ്പെട്ടല്ലോ, സന്തോഷം. ഇനി ഞാൻ വന്ന് കണ്ടോളാം.
പിച്ചളയും ചെമ്പും കൊള്ളാം. ഓരോരോ പുതിയ അവതാരങ്ങളായിട്ട് പുറത്തു വരികയാണല്ലോ. പിച്ചള ഒരു കള്ളനാ. അവനായപ്പം മനസ്സിന്റെ വലങ്കൈ. ഒരു വല്ലാത്ത ഭാഗ്യമുള്ളവനാവൻ. ശിവയെ നമ്മൾ അടർത്തിയെടുത്തപ്പോ അതേ സ്ഥാനത്ത് മറ്റൊരാൾ. ശിവയെ പോലെ ഇവൻ കാശിന് മറിയോ? ഒരിക്കലും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവൻ ആ പിച്ചള നമുക്കൊരു തലവേദനയാകുമെന്ന് ഉറപ്പാ. കള്ളനാവുമ്പോ അവന് ബുദ്ധിയും കൂടും. നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെയാവും പിച്ചള മനസ്സുജനെ രക്ഷിക്കാൻ പോകുന്നത്. നിന്റെ കുറെ കാശ് തിന്ന ആ കള്ളനില്ലേ, മനസ്സുജന്റെ മറ്റേ കൂട്ടുകാരൻ ശിവ, അവനെന്തിയേ? അങ്ങനെ ചോദിക്കാൻറ്റി. അന്നേ ഞാൻ മതിയോട് പറഞ്ഞതാ അവനെ നമ്പരുതെന്ന്. അവനും മനസ്സിന്റെ ആളായിരിക്കുന്നു. ശിവ ഇപ്പൊ മനസ്സുജന്റെ ആളല്ല സഞ്ജു, മതിയുടെ ചാരന. അത് സത്യമാ. അത് അങ്ങനെ അല്ലാന്ന് പറഞ്ഞ് നീ തർക്കിക്കാൻ നിൽക്കണ്ട. മതി എന്തൊക്കെ പറഞ്ഞാലും ഇവനേക്കാൾ ഭേദാണ് ആ സൈക്കിൾ അണ്ണാച്ചി. അവനെവിടെ മോളെ ആ സൈക്കിൾ അണ്ണാച്ചി? അണ്ണാച്ചി തമിഴ്നാട്ടില. എനിക്ക് വേണ്ടി തന്നെ പോയതാ. ഉടൻ തന്നെ വരും. എടാ സഞ്ജു, നീ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ശിവ ഒരുപാട് അവസരങ്ങൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കി. പക്ഷേ ഗോൾ പോസ്റ്റിനടുത്ത് നിന്ന് അത് കണക്ട് ചെയ്തൊരു ഗോളാക്കാൻ ആരും ഇല്ലാതെ പോയി. പരസ്പരം പഴിചാരിയ ഒരിക്കലും നമ്മൾ ലക്ഷ്യത്തിലെത്തത്തില്ല. നീ കേട്ടിട്ടില്ലേ, എത്ര മിടുക്കന്മാരുടെ പട്ടാളമാണെങ്കിലും ശരി, അച്ചടക്കം ഇല്ലെങ്കിൽ യുദ്ധം ജയിക്കത്തില്ലെന്ന്. പിച്ചളയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണം. അറിഞ്ഞേ പറ്റൂ. അത് ശിവ സംഘടിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തിനാ അവനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്? അറിയണോമേ, അറിഞ്ഞേ മതിയാവൂ. ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ഒരു കൂട്ടുകാരൻ പുറത്തിറങ്ങിയ പാടെ മനസ്സുജനെ തേടി വരണമെങ്കിൽ അതിനു പിന്നിൽ എന്തോ ഉണ്ട്. ഉറപ്പ്. അങ്ങനെ വരുവോ മോളെ? ഇല്ലെന്ന് തീർത്തു പറയാൻ പറ്റത്തില്ലമ്മേ. എന്തായാലും നമ്മൾ വെറുതെ ഇരിക്കത്തില്ലെന്ന് അവൻ അറിയാം, മനസ്സുജന്. അത് ഞാൻ അവനോട് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ ഒരു രഹസ്യ നീക്കം അവൻ നമുക്കെതിരെ നടത്തുന്നുണ്ടെങ്കിലോ? കള്ളൻ കാറ്റുപോലാണെന്നാ. വന്ന് കഴുത്തും കണ്ടിച്ചു പോകുമ്പോഴേ നമ്മളൊക്കെ വിവരം അറിയും. എടാ, നീയും സൂക്ഷിച്ചോ. അല്ല, മനസ്സുജന് നിന്നോടുള്ള താല്പര്യം വെച്ച് നീയാണല്ലോ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. പൊന്നു മോനെ, രാവിലെ ഉറക്കമുണരുമ്പോഴേ കഴുത്തിന് മുകളില് തല തപ്പി നോക്കേണ്ട അവസ്ഥ വരരുത്. അങ്ങനൊന്നും പറഞ്ഞ് പേടിപ്പിക്കല്ല മതി. ഇവിടുന്ന് കള്ളനെ കെട്ടിയടിക്കാൻ എനിക്ക് കഴിയും. അച്ഛനെ വിളിച്ച് ഞാനൊന്ന് പറഞ്ഞാ മതി. തെളിയാതെ കിടക്കുന്ന ഒരുപാട് മോഷണ കേസുകളുണ്ട് നാട്ടിൽ. വെയിറ്റ്. എന്തായാലും ശിവ അവന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, എന്ത് കളിയും ശിവയെ മുന്നിൽ നിർത്തി കളിച്ചാ മതിയെന്ന്. കുട്ടിച്ചെകുത്താൻ ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടിച്ചെകുത്താനോ? നിങ്ങൾക്കെന്താ കണ്ണ് കണ്ടൂടെ? ഇത് സഞ്ജയന, എന്റെ ആങ്ങളയുടെ മകൻ. അതല്ലേ കുട്ടിച്ചെകുത്താൻ എന്ന് വിശേഷിപ്പിച്ചത്? ആങ്ങളെ വലിയ ചെകുത്താൻ. അച്ഛനിപ്പ എന്താ വേണ്ടത്? ഞങ്ങൾ ഇവിടെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. ഓ പിന്നെ, ഈ വീട്ടിനാണല്ലോ നാളത്തെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറക്കണോ എന്ന് തീരുമാനിക്കുന്നതും. ആരുടെയോ സ്വസ്ഥത കെടുത്താനുള്ള ആലോചനയല്ലേ അത്? 5 മിനിറ്റ് കഴിഞ്ഞാലും കുഴപ്പമില്ല. എനിക്ക് ഇവനോട്, നിന്റെ ആങ്ങളയുടെ, അതായത് എന്റെ അളിയന്റെ പുന്നാര മോനോട് ചിലത് സംസാരിക്കാനുണ്ട്. എന്നോടോ? എന്താ അങ്കിളെ? നീ അങ്കിളെ ഇങ്കിളെ എന്ന് വിളിച്ച് എന്നെ സോപ്പിടൊന്നും വേണ്ട. ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറഞ്ഞാൽ മതി. അങ്കിള് എന്ത് ചോദ്യമാണ് ചോദിച്ചോളൂ, ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയാം. അയ്യോ, അങ്ങനെ എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്നു പറഞ്ഞ് നീ എന്നെ വരട്ടല്ലേ? എടാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നവനാ നീ. അതെനിക്കറിയാം. അച്ഛനെന്താ സഞ്ജുവിന്റെ ജനറൽ നോളജ് പരീക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ? ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ പരീക്ഷിക്കുമിടേ? ആരെങ്കിലും രാജസ്ഥാൻ മരുഭൂമിയിൽ പോയി കുഴൽക്കിണർ കുത്തുവോ? അങ്കിളെ, എന്താന്ന് വെച്ച് ചോദിക്കേ. എനിക്ക് പോയിട്ടെ കുറച്ച് ധൃതിയുണ്ട്. വിമൻസ് കോളേജിന്റെ മുന്നിൽ പോയി വായി നോക്കി നിൽക്കാനല്ലേ? തൽക്കാലം 10 മിനിറ്റ് താമസിച്ചാലും കുഴപ്പമില്ല.
നീ കഴിഞ്ഞ ദിവസം എൻ്റെ ഓഫീസ് വന്നായിരുന്നോ? അതുവഴി പോയപ്പോ ഞാൻ നീ ആ വഴി പോയപ്പോ എന്താ ഓഫീസ് നിന്നെ കൈകാട്ടി വിളിച്ചോ? സഞ്ജയൻ എന്താ ഓഫീസിൽ കയറി കൂടെ? നിന്നോട് ചോദിച്ചില്ല, ഇവൻ ഉത്തരം പറയും. ആ കേറിയിരുന്നു. എന്നിട്ട് നീ എന്റെ ക്യാബിനിൽ കയറിയോ? അല്ല, അത് അങ്കിളുണ്ടോ നോക്കാൻ. ഞാൻ അവിടെ ഇല്ല എന്ന് റിസപ്ഷനിസ്റ്റ് പറഞ്ഞതാണല്ലോ. എന്നിട്ടും നീ വന്ന് ക്യാബിനിൽ കയറി എന്തിനാ? ഞാൻ മേശക്കടിയിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കാനാ? അല്ല, അത് ചുമ്മാ. അപ്പൊ നീ എന്റെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യാൻ നോക്കിയതും മേശ വലിച്ചു തുറക്കാൻ നോക്കിയതൊക്കെ ചുമ്മാതാണോ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആ മുറിക്കകത്ത് 2 ക്യാമറ ഉണ്ടായിരുന്നു. കാണോ നിനക്ക് CCTV വിഷ്വൽസ്? വേണ്ട. പിന്നെ നീ എന്റെ കസേര കയറി മലർന്നിരിക്കുന്നത് കണ്ടല്ലോ, അത് എന്തിന്റെ സുഖമായിരുന്നു? അത് ഞാൻ ചുമ്മാ രസത്തിനാ. ആ, അത് ഞാനങ്ങ് വിട്ടു. തമാശക്ക് തന്തയുടെ തലയിൽ തബല വായിക്കുന്നവനാ നീ. തന്നെയുമല്ല, നമ്മളെ ഇരിപ്പിടങ്ങളിൽ നമ്മളില്ലെങ്കിൽ അവിടെ വാലുള്ളൊരു ജന്തു കയറി ഇരിക്കുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. സഞ്ജു ഓഫീസിലൊന്ന് വന്നതിനാണോ അച്ഛൻ ഇത്രയും കിടന്ന് പറയുന്നത്? കാര്യത്തിലേക്ക് വരുന്നതല്ലേ ഉള്ളൂ. പൊന്നളിയന്റെ പൊന്നുമോനിങ് വന്നേ. വാടാ, വാ. എന്താ അങ്കിളെ? ഇങ്ങോട്ട് വാ. നീ മാനേജർ വേണുഗോപാലിനോട് എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആവശ്യപ്പെട്ടായിരുന്നോ? അല്ല, ഞാനത് ചുമ്മാ. നീ ആവശ്യപ്പെട്ടായിരുന്നോ ഇല്ലയോ? അതാണ് ചോദ്യം. ആവശ്യപ്പെട്ടായിരുന്നു. അതെന്തിനാ? അത് ചുമ്മാ തമാശക്ക്. ഓ, തമാശക്ക്. അപ്പോ ഞാൻ എവിടെയൊക്കെ യാത്ര പോകുന്നുണ്ടെന്നും എന്റെ ടൂർ പ്രോഗ്രാമിന്റെ ഒക്കെ കൃത്യമായ ചാർട്ടും പോകുന്ന വാഹനത്തിന്റെ നമ്പറും താമസിക്കുന്ന ഹോട്ടലിന്റെ പേരും ഒക്കെ വേണമെന്ന് പറഞ്ഞതോ? അങ്കിളെ, അതും ഞാൻ. ഓ, ചുമ്മാ തമാശക്ക് അല്ലയോ? പറ്റിയാൽ എന്റെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് സ്കൂറിൽ നിനക്ക് തരണമെന്ന് പറഞ്ഞെന്തിനാ? ഓ, അതും ചുമ്മാ തമാശക്കായിരിക്കല്ലോ. എന്നാ അങ്കിളും തമാശക്ക് അളിയന്റെ മോനോടൊരു കാര്യം പറയട്ടെ. ഈ ആന്റിയും ആന്റിയുടെ മോളും പറയുന്നത് കേട്ട് നീ എനിക്കെതിരെ ചാരപ്പണിക്ക് വന്നാൽ, എന്റെ പിന്നാലെ കൂടിയാൽ ഇടിച്ചെല്ലും ദശയും വേർതിരിക്കും ഞാൻ. കേട്ടോടാ? അപ്പം ഡിവൈസ് വേണമെന്ന് കരുതി മോൻ തൊപ്പി വെക്കണ്ട. ഇടിച്ചൊതുക്കുന്ന് പറഞ്ഞാൽ ഇടിച്ചൊതുക്കും മഹാദേവൻ. എന്നതേ അധ്വാനിച്ചുണ്ടാക്കിയ മസില, അല്ലാതെ നിന്റേതുപോലെ കോഴിക്ക് കുത്തിവെക്കുന്ന മരുന്ന് കുത്തിവെച്ചുണ്ടാക്കിയതല്ല. നിന്നോടൊക്കെ കൂടെ പറയുന്നത്. ചീഞ്ഞ മനസ്സും കൊണ്ട് എന്റെ പിന്നാലെ ഭൂതക്കണ്ണാടിയായി ഇറങ്ങിയ ഭാര്യ മോളാന്നൊന്നും ഞാൻ നോക്കത്തില്ല. പിന്നെ നീയൊക്കറിയാത്ത ഒരു രഹസ്യം എനിക്കുണ്ടെങ്കിൽ അത് ഭംഗിയായി ഒളിപ്പിക്കാനും എനിക്കറിയാം. കണ്ടുപിടിക്കാമെങ്കിൽ കണ്ടുപിടിച്ചോ. മാറണം. ഞാൻ പറയുന്ന കാര്യത്തെപ്പറ്റി ഇത്ര ആലോചിക്കാൻ എന്താ? നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന മനസ്സജനെയും കുട്ടിമണിയും അവിടെ നിന്ന് ഇറക്കി വിടണം. അത് എന്റെ മാത്രം ആവശ്യമല്ല, നിങ്ങളുടെ ആവശ്യം കൂടിയാ. എന്റെ അമ്മയെ ജീവച്ഛവമാക്കി ചക്രക്കസേരയിൽ ഇരുത്തിയിരിക്കുന്നവരാ മനസ്സജനും കുട്ടിമണി. അവരോടെനിക്ക് തീർത്താ തീരാത്ത പകയുണ്ട്. അവരെ ഇപ്പൊ സംരക്ഷിക്കുന്നത് സീതയെടുത്തിയാ. മനസ്സജനും സീതയെടുത്തിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഞാൻ പറയണ്ടല്ലോ. വിസ്തരിക്കണ്ട, എനിക്കറിയാം. ഇല്ല, വിസ്തരിക്കുന്നില്ല. കേൾക്കുമ്പോ ഏതൊരിഷ്ടക്കാരനും ഉള്ളു പൊള്ളൂന്ന് എനിക്കറിയാം. പണ്ട് നിങ്ങൾ സീതയിടത്തെ കെട്ടാൻ ആഗ്രഹിച്ചതും പുറകെ നടന്നതും സീതയിടത്തെ നിങ്ങളെ പുറംകാലിനടിച്ചതും ഒക്കെ എനിക്കറിയാം. എല്ലാ കാര്യത്തിനും പകരം വീട്ടാൻ ദൈവമായിട്ട് തന്നിരിക്കുന്ന ഒരു അവസരമായത്. മനസ്സജനെ അവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എളുപ്പമായി, എനിക്ക് എന്റെ വഴി എളുപ്പമായി. ഒന്നിച്ച് നിന്ന നമുക്ക് 2 പേർക്കും നേട്ടം. ഞാൻ പറഞ്ഞെന്ന് കരുതി മനസ്സജനെയും കുട്ടിമണി അവരവിടെ ഇറക്കി വിട്ടു വരത്തില്ല. അവിടാണ് നിങ്ങളുടെ മിടുക്ക്. നകുലൻ എന്ന ടിപ്പർ ലോറി ഡ്രൈവറിനെ കുറിച്ച് ഞാൻ ഇങ്ങനൊന്നും അല്ല കേട്ടിട്ടുള്ളത്. ഒരു ലോറി ഡ്രൈവർ എന്ന് പറയുന്നത് ചുമ്മാ നിങ്ങളുടെ ഒരു മൂടുപടം മാത്രമാണെന്നാ നാട്ടുകാർ പറയുന്നത്. അതിനകത്ത് ഒരു 1-ാം തരം ക്രിമിനൽ ഉണ്ടെന്ന്. അതായത്
കത്തിയുടെ തോലുറ ഊരിക്കളഞ്ഞ അതിനുള്ളിൽ തിളങ്ങുന്നൊരു വായ്ത്തല പോലെ വേറൊരു നകുലൻ. ആ നകുലനോടാണ് മതികല ഒരു ഫേവർ ആവശ്യപ്പെടുന്നത്. വെറുതെ ഒന്നും വേണ്ട, ഇതിന് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരാം. അങ്ങനെ കൂലി മേടിച്ച് ജോലി ചെയ്യുന്ന രീതിയൊന്നും നകുലനില്ല. നകുലന് തോന്നണം ഒരു ജോലി ചെയ്യേണ്ടതാണോ അല്ലയോ എന്ന്. അങ്ങനെ തോന്നി വേണമെന്ന് ഉറപ്പിച്ചെങ്കിൽ മാത്രമേ തത്ത പടം എടുക്കൂ. എങ്കിൽ ഈ തത്ത ഒന്ന് പടം എടുക്ക്. കുട്ടിമണിയുടെ മനസ്സജന്റെ പടം എടുക്ക്. രണ്ടിനെയും കൊട്ടി വീടിന് പുറത്താക്കും. നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കും. സീതേടത്തിയുടെ വീട്ടിൽ നിങ്ങൾ സ്ഥിരം ഒരു ശല്യമായ, സ്ഥിരം പ്രശ്നമായ, അവർക്കൊരു തലവേദനയായ, ഉറപ്പായും സീതേടത്തിയുടെ അമ്മയും നിങ്ങളുടെ അച്ഛനും കുട്ടിമണിയും മനസ്സജനും അവിടുന്ന് പോകാൻ ആഗ്രഹിക്കും. ഇനി അഥവാ അവര് പറഞ്ഞില്ലെങ്കിൽ തന്നെ മനസ്സജൻ കുട്ടിമണിയെ കൊണ്ട് പോവും. എനിക്കറിയാം അവന്റെ സ്വഭാവം. ഞാൻ നോക്കട്ടെ. നേരത്തെ ഞാൻ ഈ വിവരം പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് സീത അവരവിടെ താമസിപ്പിക്കുക ചെയ്തിട്ടുള്ളത്. അത് നിങ്ങളുടെ കഴിവുകേട്. സീതയെടുത്തി നിലയ്ക്ക് നിർത്താൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പറയുന്നത് അവരനുസരിക്കണം. നിങ്ങൾ വരയ്ക്കുന്ന വരയിൽ അവര് നിൽക്കണം. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല. പിന്നെ ഓ, പഴയ ഇഷ്ടക്കാരിയോടുള്ള അലിവായിരിക്കും അല്ലേ? അങ്ങനൊന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതല്ലാതെ വേറെ മാർഗമില്ല. നിങ്ങൾ ഇപ്പൊ ഈ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടുള്ള കാര്യമോ, അല്ലാതെ എന്റെ മാത്രം ആവശ്യമൊന്നുമല്ല. മനസ്സജനും കുട്ടിമണിയും റോഡിലൂടെ ഇറങ്ങി തെണ്ടണം. അത് മതികലയുടെ ആവശ്യം. അതുപോലെ സീത ആ വീട്ടിൽ ഒറ്റപ്പെടണം. അത് നിങ്ങളുടെ ആവശ്യം. ഇത് രണ്ടും നടക്കണമെങ്കിൽ നമ്മൾ ഒന്നിച്ചു നിന്നേ പറ്റൂ. ഞാൻ എന്തായാലും ഇന്നൊന്ന് പോകാം. എന്നിട്ട് രണ്ടിലും തീരുമാനിക്കാം. തീരുമാനിക്കണം. തീരുമാനിച്ചേ പറ്റൂ. ദാ, ഇത് വെച്ചു. ഇത് പണക്കാരിയായ മാഡത്തിന്റെ കൈ തന്നെ ഇരിക്കട്ടെ. നകുലൻ തൽക്കാലം പണം വാങ്ങിക്കാതെ പണി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് എല്ലാം കൂടെ ചേർത്ത് ഞാനൊരു ബില്ലങ്ങ് തരാം. മാഡം ഒന്ന് ഒപ്പിട്ട് പാസ്സാക്കി തന്നാ മതി. എന്നുവെച്ചാ ആദ്യം തത്ത പടം എടുക്കുന്നു. തൽക്കാലം പണം വേണ്ട. ആദ്യം പണി കഴിയട്ടെ, എന്നിട്ട് നമുക്ക് തമ്മിൽ കാണാം. എനിക്ക് അവകാശപ്പെട്ട കൂലി മേടിക്കാൻ എനിക്ക് പറ്റുന്ന നല്ല കോൺഫിഡൻസ് ഉണ്ട് മാഡം. അപ്പോ മാഡം പൊയ്ക്കോ. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം അങ്ങോട്ട് തന്നെയാ പോകുന്നത്, സീതയുടെ വീട്ടിലേക്ക്. അവിടെ ചെന്നിട്ട് ബാക്കി. എന്തായാലും ഇന്ന് തത്ത പടം എടുക്കും. ശരി. അടങ്ങി നിക്ക് കുട്ടിമണി. കെട്ടി കഴിഞ്ഞു. പോവാല്ലേ കുട്ടി? കുട്ടി കുട്ടി ഇടുവാണ്ട് ഇടുവാല്ലേ? എവിടെടി ആ മറ്റവൻ? നകുലേട്ടൻ എന്താ വേണ്ടേ? എനിക്കെന്താ വേണ്ടതെന്ന് ഞാൻ വഴിയെ പറയാം. തൽക്കാലം ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. നീ എന്താ അനുസരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? മിണ്ടരുത് താൻ. കാലെടുത്തൊരു ചവിട്ടി ചവിട്ടിയാ നിങ്ങൾ എട്ടായിട്ട് ഒടിഞ്ഞ് താഴെ കിടക്കും. പറഞ്ഞേക്കാം. നീ അത് ചെയ്യണം. നിന്നെ പിച്ച വയ്ക്കാൻ പഠിപ്പിച്ചതും നടക്കാൻ പഠിപ്പിച്ചതും ഒക്കെ ഞാനാണല്ലോ. നകുല, വഴക്കുണ്ടാക്കാതെ കാര്യം പറയ. വഴക്കുണ്ടാവും. ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ. നാണക്കേട് കൊണ്ട് മനുഷ്യന് തലയോർത്ത് നടക്കാൻ വയ്യ. നിങ്ങളുടെ മോളൊരുത്തനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അവനെ മാത്രമല്ല അവന്റെ ഈ പൊട്ടിയും 3 ദിവസത്തെ സമയം ഞാൻ തരും. 3 ദിവസത്തെ സമയം. അതിനകം അവനെയും
ഈ നിൽക്കുന്ന പൊട്ടിയെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കണം. ഇല്ലെങ്കിൽ അവൻ ഇറങ്ങിപ്പോയിരിക്കണം. ഇല്ലെങ്കിലോ? നകുലനോടൊരു മറുചോദ്യം വേണ്ട സീതമോളെ. എന്റെ വാക്ക് ധിക്കരിച്ച് നീ അവരിവിടെ പിടിച്ചു നിർത്തിയാൽ നീ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാവും അത്. നീ ദുഃഖിക്കൂടി അതോർത്ത്. നീ കാണിച്ചത് ഇവരോടുള്ള ക്രൂരതയാണല്ലോ എന്നോർത്ത്. നകുല, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇവിടെ ആരൊക്കെ താമസിക്കണമെന്നത് സീതയുടെ തീരുമാനമാണ്. തീരുമാനം നകുലന്റെ അനുസരിച്ചില്ലെങ്കിൽ കരയും അവൻ, ആ മനസ്സിച്ചൻ. അമ്മേ, എന്താ മോളെ? അമ്മ അറിഞ്ഞായിരുന്നോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ? ഇല്ല, എന്താ? അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിശേഷമൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ദുരന്ത വാർത്ത തന്നെയാ. എന്താ മോളെ, പറ. അല്ലെങ്കിൽ നല്ല വാർത്തയൊന്നും എനിക്ക് കേൾക്കാനില്ലല്ലോ. സമയദോഷം കൊണ്ടായിരിക്കും അമ്മേ. ആകാശത്തുള്ള നക്ഷത്രങ്ങളും നവഗ്രഹങ്ങളും ഒക്കെ അമ്മയ്ക്ക് എതിരെ നിൽക്കുമല്ലേ. മോളെ, നീ കാര്യം പറ. കുട്ടിമണിയോടും മനസ്സജിനോടും സീതേടത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ആര് പറഞ്ഞു? അവിടെ ഒരു പുതിയ ഭരണക്കാരൻ വന്നിട്ടില്ലേ, സീതേടത്തിയുടെ മുറച്ചെറുക്കൻ. ഒരു നകുലനോ സഹദേവനോ, അയാള് തന്നെ. നേരാണോ മോളെ? നേരാണമ്മേ. കുട്ടിമണി അവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ കൊന്നു കളയുമെന്ന് അയാള് പറഞ്ഞത്. പാവം കുട്ടിമണി, അവക്ക് സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം പോലും ഇല്ലാതായി പോയല്ലോ. എന്റെ പൊന്നു മോളെ, നീ ഇങ്ങനെയൊക്കെ പറയാതെ. കേട്ടിട്ട് എന്റെ ശരീരം വിറയ്ക്കുന്നു. അമ്മ ഇവിടെ നിന്ന് വിറച്ചിട്ട് ഒരു കാര്യമില്ല. പോയി ആ അസ്ഥിത്തറയ്ക്ക് മുമ്പിൽ ചെന്ന് കൈയും കൂപ്പി നിന്ന് വിറയ്ക്കും. ഇന്ന് വൈകിട്ട് വിളക്ക് കത്തിക്കുമ്പോ ഒരു തുടം എണ്ണ കൂടുതൽ ഒഴിച്ചോ, ഇല്ലെങ്കിലേ കുട്ടിമണി പെരുവഴി ആധാരമാവും. നാളെ പുട്ടുണ്ടാക്കണം കേട്ടോമേ. കുട്ടിമണിക്ക് പുട്ട് വേണോ? ആണോ? പുട്ട് മാത്രല്ല, പൂവൻ കൊയ്യും വേണം. പൂവൻ കോഴിയോ? അല്ലല്ല, പൂവൻ പായം. ഓ, വാങ്ങിച്ചു തരാവേ. പിന്നെ കുട്ടിമണിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഇവിടെ ഉണ്ടാക്കാവുള്ളേ. അങ്ങനെയാണേലേ ഞാൻ ഓരോ ദിവസം ഓരോന്നായിട്ട് പറയാം. പറഞ്ഞേ, എന്തൊക്കെയാ കുട്ടിമണിക്ക് ഇഷ്ടമുള്ളതെന്നൊക്കെ പറഞ്ഞു. എനിച്ചേ ഞാൻ ഓർത്തിട്ട് പറയാവേ. ശരി ശരി, ഓർത്തിട്ട് പറഞ്ഞാ മതിയേ. നോക്കട്ടെ. നിനക്കെന്താ മോളെ വേണ്ടത്? നിനക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. എനിക്കൊന്നും വേണ്ടാമേ. അതെന്താ? ഇഷ്ടങ്ങൾ കൂടുതൽ തോന്നുന്ന സമയമായത്. ജീവിതത്തിനോട് തന്നെ ഇഷ്ടമില്ല. പിന്നെ എന്റെ മോളുടെ മനസ്സിലെ സങ്കടം ഈ അമ്മയ്ക്കറിയാം. എന്നാലും ബാലൻ ഇത്ര മനസാക്ഷിയില്ലാതായി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അങ്ങനെയൊന്നും ചിന്തിക്കണ്ടമ്മേ. മനസാക്ഷി അത് സാഹചര്യങ്ങൾ അനുസരിച്ചാ. ജീവിതം ഒരു ഓട്ടമത്സരമല്ലേ. ഒപ്പം ഓടുന്നവർ മുടന്തി വീണാലും നിൽക്കാതെ കൈ പിടിച്ചുയർത്താതെ സ്വന്തം ലക്ഷ്യത്തിലേക്ക് ഓടുന്നവരെ എപ്പോഴും ജയിച്ചിട്ടുള്ളൂ. അത്ര ഒരു ഓട്ടമത്സരത്തിലാ ഇപ്പൊ ബാലേട്ട്. ഒപ്പം നിൽക്കുന്നവരെക്കാളെല്ലാം മുമ്പനാവാനുള്ള ഒരു ഓട്ടമത്സരം. ജീന് കെട്ടിയ ഒരു കുതിരയുടെ നോട്ടം മുമ്പോട്ട് മാത്രമായിരിക്കണം. ഇരുവശത്തുനിന്ന് ഉയരുന്ന ഇരമ്പങ്ങൾ ശ്രദ്ധിച്ചാൽ ഓട്ടത്തിന്റെ വേഗത കുറയും. ജീന് കെട്ടിയ കുതിരയെ പോലെയാ ഇപ്പൊ ബാലേട്ടൻ. ഓടട്ടെ, ഓടി ജയിക്കട്ടെ. എന്നാലും നാളെ നിന്റെ കുഞ്ഞിനൊരച്ഛൻ വേണ്ടേ മോളെ? അച്ഛനെന്ന് പറയുന്നത് ഒരു വിശ്വാസം മാത്രമാണെന്ന് കേട്ടിട്ടില്ലേ അമ്മ? ഒരു സത്യവും
എന്റെ കുഞ്ഞിന് ആ ഒരു സത്യം മാത്രം മതി. മനുഷ്യ മനുഷ്യ വന്നേ, മനുഷ്യ വന്നേ, മനുഷ്യ വന്നേ. വാ. എന്തിനാ സിജ ഇങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നത്? ഈ തൊടിയിലില്ലാത്തത് എന്താ? ഈ തൊടിയിൽ കടലില്ലല്ലോ, കുറച്ച് മീനുണ്ട്. ഇതാ. എന്നാ മീനാ മനുഷ്യ? ചോന്ന മീനാണോ കിളിമീനേ? അയല മീനാ കുട്ടു. നകുലൻ ചേട്ടൻ ഇന്നും വന്ന് വഴക്കുണ്ടാക്കിയല്ലേ? അത് സിജ, മോൻ അതൊന്നും കാര്യമാക്കണ്ട. ഇല്ല, പക്ഷേ ഞാൻ കുട്ടുവിനെയും കുട്ടി വേറൊരു വീടെടുത്ത് മാറാൻ തീരുമാനിച്ചു. ഇവിടുന്ന് പോവാനോ? അത് വേണ്ട. വേണം. ഏട്ടത്തിക്ക് ഏറ്റവും കൂടുതൽ മനസ്സമാധാനം വേണ്ട സമയമായത്. ഉള്ള സമാധാനം ഞാനായിട്ട് കളയാൻ പറ്റത്തില്ല. ഞങ്ങൾ പോയേ പറ്റൂ. സിജ, ആരും സങ്കടപ്പെടണ്ട. സന്തോഷത്തോടെയാണ് ഞാൻ ഈ പറയുന്നത്. പിച്ചളയുടെ ഇടപാടിലുള്ളൊരു വീടാ. അടുത്ത ദിവസം പോയി കാണണം. മനുഷ്യ, നമ്മളെ പുതിയ വീട്ടിലോട്ട് മാറാൻ പോവാനോ? ഒരു കുഞ്ഞു വീട്ടിലേക്ക്. നാളെ വീട് കാണാൻ പോകും. 10% പറ്റുന്ന വീടാണെങ്കിൽ ഞങ്ങള് അടുത്ത ദിവസം തന്നെ അവിടേക്ക് മാറും. അത് കൊടുത്താ വാട്ടു. നമ്മളിത് എവിടേക്കാ ബായി? ബായ് എന്റെ കൂടെ അല്ലേ ബായ്, ധൈര്യമായിട്ട് വാ ബായ്. അല്ല, ധൈര്യത്തിന് കുറവൊന്നുമില്ല. നമ്മളൊരാളെ കാണാൻ പോവുക. ആരെ? ബായ്, എന്റെ ബായ്, നമ്മൾ കാണാൻ പോണത് ബായിന്റെ ഹൗസ് ഓണറുടെ ബിനാമിയെയാ. ഈ ഇടയ്ക്ക് വീടൊക്കെ തരപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു? അല്ല, ഇതാരുടെ സൈക്കിളാ? അത് സീൻ ഭയങ്കര രസാബായ്. ഞാൻ മെനഞ്ഞാന്ന് സെക്കൻഡ് ഷോ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് വരുമ്പോ ഈ പാവ റോഡ് സൈഡിലിരുന്ന് കരയുന്നു. സൈക്കിൾ റോഡ് സൈഡിൽ ഇരുന്ന് കരയുന്നോ? ആ, സൈക്കിളാണെങ്കിലും അതൊരു മനുഷ്യനല്ല ബായ്. ഞാൻ പിന്നെ കൂടുതലൊന്നും ചോദിക്കാനും പറയാനും നിന്നില്ല, ഇങ്ങെടുത്തോണ്ട് പോന്നു. എന്നിട്ട് ആരും സൈക്കിളും തിരക്കി പിറകെന്ന് വന്നില്ലേ? എവിടുന്ന്? ഒരാഴ്ച ചവിട്ടിയിട്ട് വിൽക്കണം. വല്ല 100-500 കിട്ടും. ബാക്കി വേണോ? അയ്യോ, എനിക്ക് വേണ്ടേ. സൈക്കിൾ ഇവിടെ വയ്ക്കാം. വെച്ചിട്ട് പോവാൻ സത്യം പറഞ്ഞ പേടിയാ. കണ്ണ് ചിമ്മിയ കള്ളന്മാര് ദേ, ഈ തോട്ടത്ത് കൂടി കുറച്ചുകൂടി നടക്കണം. ഇതിന്റെ ഒത്ത നടുക്കായിട്ട് വരും വീട്. അവിടെ നിക്കാമെന്നാ ഡബിൾ പത്രോസ് പറഞ്ഞത്. എന്ത് ഡബിൾ പത്രോസോ? ആ, അതാണ് അയാളുടെ പേര്, ഡബിൾ പത്രോസ്. എന്ത് പറഞ്ഞാലും ഇരട്ടിച്ച് പറയും. സീൻ ഭയങ്കര കോമഡിയായി. ഇപ്പൊ മനസ്സിജൻ എന്ന് പറഞ്ഞ മനസ്സിജെന്ന് മാത്രം പറയില്ല, മനസ്സിജൻ കിനസിജൻ എന്ന് പറയും. എന്നെ പറ്റി പറഞ്ഞ പിച്ചള കിച്ചള എന്ന് പറയും. അങ്ങനെ നാട്ടുകാർ കൊടുത്ത പേരാ ഡബിൾ പത്രോസ്. അത് കൊള്ളാം. ഈ ഡബിൾ പത്രോസ് ആളെങ്ങനെ? ഒരു പാവത്താനാ, പക്ഷെ വലിയ കണിശക്കാരനും. പോലീസ് കേട്ട മരണ ഭയമാ. കണ്ടക്ടറെ കാക്കി കണ്ടാലും ഓടിക്കളയും. അതും കൊള്ളാം. ഒറ്റ തടിയാ. നിങ്ങക്ക് തന്ന വീടിനെ കുറച്ച് മാറിയ താമസം. തന്നെത്താനാ വെപ്പും കുടിയൊക്കെ. കുടിക്കാനുള്ളതും തന്നെത്താനുണ്ടാക്കും. പ്രഷർ കുക്കർ വെച്ചിട്ടാ വാറ്റ്. കേട്ടെടുത്തോളം ഡബിൾ പത്രോസ് കൊള്ളാം. വീട് തരുമല്ലോ അല്ലേ? തരും. രാജൻ കോശി സാറ് പറഞ്ഞതല്ലയോ, ഇനി തന്നില്ലെങ്കിൽ തന്നെ വീട് കിട്ടാൻ വേറൊരു വഴിയുണ്ട്. എന്ത് വഴി? സ്ഥലം യസയെ കൊണ്ടൊന്ന് പറയിച്ചാ മതി. പത്രോസ് വീട് നമ്മുടെ പേരിൽ എഴുതി തന്നു കളയും. അല്ല പിന്നെ വാവായി ഇവിടെ തന്നെ നിന്നോണം. ആരുടെയും കൂടെ പോയി കളയരുത് മക്കളെ. എന്താണ് ഭായി? പിച്ചളെ, ഇത്രയും വലിയ വീടോ? എന്റെ സ്വന്തല്ലേ ബായ് ഇതിന്റെ ഓണർ. വീട് കണ്ട് ബായ് പേടിക്കണ്ട. വാടകയൊക്കെ ഒരു പരുവത്തിനാണ്. എന്നാലും വാ ബായ്. അച്ചായോ, അച്ചായോ, അച്ചായോ,
അച്ചായോ അച്ചായോ വന്നോ? അച്ചായോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒക്കെ അവിടെ നിൽക്കട്ടെ. എത്ര നേരമായിടക്കുപോയി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ കരുതി നിനക്ക് വീടും കൂടുമൊന്നും വേണ്ടായിരിക്കും. അയ്യോ വേണമെന്ന്. ഇതാണ് മനസ്സിൽ. മനസ്സിജനാണേലും കിനജിസനാണേലും വാടക കൃത്യമായിട്ട് കിട്ടണം. അല്ല 1-ാം തീയതി ആവുമ്പോ അല്ലിച്ചായ ഗില്ലിച്ചായ ഒന്നും പറഞ്ഞേക്കരുത്. എനിക്ക് ലണ്ടനിലോട്ട് കണക്കൂടാണല്ലോ. മനസ്സിജ പത്രോസ് അച്ചായൻ, ഞാൻ പറഞ്ഞില്ലേ ഈ വീടിന്റെ നോട്ടക്കാരൻ. ഓണർ അങ്ങ് ലണ്ടനില. ജോർജൂട്ടി ചായൻ. അല്ല വാടക എത്രയാന്ന് പറഞ്ഞില്ല. ഓ നീ രൂപയും കൂവായും തിരക്കി ടെൻഷൻ ആണ്ട പിച്ചളെ. 2000 രൂപ. പിന്നെ 2 മാസത്തിനകം വേറെ വഴി നോക്കണം. ടൂറിസ്റ്റുകൾ വന്നാൽ അവർക്ക് കൊടുക്കേണ്ട വീടാ. വാടക ഒട്ടും കുറയത്തില്ല. എന്റെ ശബ്ദം അല്പം കുറയും. 2000 രൂപ. അത് സാരമില്ല, വീടൊന്ന് തുറന്നു കാണണമായിരുന്നു. വീടും കൂടൊക്കെ തുറന്നു കണ്ടു. ഇവനറിയാം ഈ പിച്ചളക്ക് യമണ്ടം വീടാ. ഇതിനകത്ത് താമസിക്കാനും വേണം ഒരു ഭാഗ്യം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ പേര് കേസും കൂസും ഒന്നും ഇല്ലല്ലോ? എന്ത് പോലീസ് കേസ് വല്ലതും ഉണ്ടോന്ന് അച്ചായൻ ചോദിച്ചു. അത് ഒരു കേസ് പോലും ഇല്ല. ഈ കേസും കൂസും ഉള്ളവർക്കൊന്നും ഞാൻ വീട് കൊടുക്കത്തില്ല. എന്നാന്ന് വെച്ചാ ഈ പോലീസും ഗീരീസും ഒക്കെ കേൾക്കുന്നേ എനിക്ക് വലിയ അലർജിയാ. അതിന് പേടിയെന്നും പറയും. നീ വല്ലതും പറഞ്ഞായിരുന്നോ? അച്ചായൻ നിന്ന് സീൻ ബോറാക്കാതെ ആ താക്കോൽ അങ്ങോട്ട് കൊടുക്ക്. താക്കോലും കീക്കോലും ഒക്കെ തരാം. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓ ഉണ്ടേ. കട്ടിലും കിട്ടിലും ഫർണിച്ചറും ഒക്കെ അകത്തുണ്ട്. പിന്നെ പാത്രങ്ങളും, പിന്നെ ചെരവയോ കുറവോ ഏതാണ്ടൊക്കെ അകത്തുണ്ട്. ഓ വലതുകാലം വെച്ച് കേറ്. ഇവൻ എന്നെ വലതുപക്ഷക്കാരനാണോ? വലതുപക്ഷമല്ല ഇടതുപക്ഷമല്ല, നേർപക്ഷം. വാ വാ കേറ് കേറ്. കൊള്ളാലേ, കൊട്ടാരം പോലുണ്ട്. പിച്ചളെ ഇത്രയും വലിയ വീടിന്റെ ആവശ്യമുണ്ടോ? ഇരിക്കട്ടെ, ചിലപ്പോ കുട്ടിമണിയുടെ ജാതകത്തില് രാജയോഗം കാണും. അതാ ഇങ്ങനൊരു വീട്. ഈശ്വരാ, എങ്ങനെ വീട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അപ്പൊ അഡ്വാൻസ് 6000 രൂപ. വേണ്ടിയിട്ടല്ല, എന്നാലും ചുമ്മാ തരാൻ പറ്റത്തില്ലല്ലോ. പിന്നെ രൂപയായാലും കൂവയായാലും കാശിന്റെ കാര്യത്തിൽ ഒരൊഴിവഴിവുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മര്യാദയ്ക്ക് താമസിക്കാനായി വീട്. നിയമപരമല്ലാത്ത ഒരു കാര്യവും ഈ വീട്ടിൽ പറ്റത്തില്ല. കള്ള് കച്ചവടം, കഞ്ചാവ്, വാറ്റ്, സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കൽ എന്നിവയൊന്നും ഈ വീട്ടിൽ പറ്റത്തില്ല. വാടക ചീട്ടിൽ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇത് പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ വീടാണല്ലോ, സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാൻ. ആളൊഴിഞ്ഞ വീടാ, അതുകൊണ്ട് പറഞ്ഞതാ. ഓ അല്ല, ക്രിസ്മസിന് 2 പടക്കം പൊട്ടിക്കുന്നതിൽ എന്തേലും കുഴപ്പമുണ്ടോ? പടക്കം കിടക്കമൊക്കെ പൊട്ടിച്ചോ, പക്ഷെ വാടകയ്ക്ക് മുടക്കം വരരുത്. അല്ല, ആരൊക്കെ ഇവിടെ താമസിക്കുന്നത്? ഞാനും എന്റെ ഭാര്യയും. ഭാര്യയും കീരിയൊക്കെ താമസിപ്പിച്ചോ, പക്ഷെ വീട് ഭംഗിയായിട്ട് നോക്കാൻ പറയണം. ഭംഗിയായിട്ട് നോക്കിയോളാം. ശരി ശരി. എന്നാ പിന്നെ വിട്ടോ. ഞാൻ ആ പശുവിനെ കണ്ടെത്തി നിർത്തിയിട്ടാ വന്ന്. വല്ല കള്ളന്മാരോ കുള്ളന്മാരോ അതിനെ കൊണ്ടുപോയാലോ? ഏത് കണ്ടത്തിലെ പശു? പിച്ചളെ അല്ല, സൂക്ഷിക്കണം എന്ന് പറയാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏറ്റവും അടുത്ത ദിവസം ഇവര് താമസിക്കാൻ വരും. എന്നാ ഞങ്ങള് പോട്ടെ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, അച്ചായൻ ഞങ്ങളുടെ കൂടെ കവലയിലോട്ട് വരികയാണെങ്കിൽ വല്ല കാപ്പിയോ കൂപ്പിയോ കുടിച്ച് പിരിയായിരുന്നു. അപ്പൊ നീ എന്നെ ആക്കിയതാണല്ലേ? അയ്യോ അല്ല, പറഞ്ഞു വന്നപ്പോ. അത് വേണ്ട വേണ്ട, വിട്ടോ വിട്ടോ. വിട്ടോ. പോവാൻ വാ. ശരി ശരി. എന്റെ മരിച്ചുപോയ അമ്മയുടെ സ്ഥാനത്ത് കണ്ട് ഒന്ന് തൊഴുതോട്ടെ. അയ്യോ സിജ, സിജ പോയിട്ടെന്തായി? വീട് കണ്ടോ? കണ്ടു. എന്നിട്ട്? നല്ല വീടാ, കൊള്ളാം. അടുത്ത വീടൊക്കെ ഉണ്ടോ? അത്രയ്ക്ക് അടുത്തില്ല, എന്നാലും നല്ല അന്തരീക്ഷമൊക്കെ തന്നെയാ. അപ്പോ ഞങ്ങള് മാറാൻ തീരുമാനിച്ചെടുത്തി, ഏറ്റവും അടുത്ത ദിവസം തന്നെ. സിജ, ഏട്ടത്തി വിഷമിക്കരുത്. ഇത് ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കമാ. എന്നാലും എനിക്കൊരു മനസ്സമാധാനം ഇല്ല സിജ. നിങ്ങൾ ഒറ്റയ്ക്ക് ചത്താലും ജീവിച്ചാലും ഇനി അങ്ങനെ മതിയെന്നൊരു തോന്നൽ. ഈ ലോകത്ത് എനിക്ക് ദൈവത്തിന് തുല്യം കടപ്പാടുള്ളത് ഏട്ടത്തിയോട് മാത്രമാണ്. ഈ ലോകത്ത് ആരും ക്ഷമിക്കാത്ത മഹാപാപം ചെയ്തിട്ടും
എന്നോട് ക്ഷമിച്ചവളെ ഏട്ടത്തി, എന്നെ ഒറ്റിക്കൊടുക്കാത്തവളെ ഏട്ടത്തി, കിടക്കാനിടവും വിശപ്പിന് വയറു നിറയെ ഭക്ഷണവും തന്നവളെ ഏട്ടത്തി. സിജ, എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? ഏട്ടത്തി, ഏട്ടത്തി, ഞാൻ എന്റെ മരിച്ചുപോയ അമ്മയുടെ സ്ഥാനത്ത് കണ്ട് ഒന്ന് തൊഴുതോട്ടെ. അയ്യോ സിജ, ഓയ് 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 ദേ മനുഷ്യ, ഞങ്ങളെ രണ്ട് ഈ ചേര വരച്ചാനെ പോയതാ. ചേരയല്ലേ കുട്ടിമണി, ചേന. ആ ചേന ചേന. തന്നെ അമ്മേ, സിജനൊക്കെ അടുത്ത ദിവസം തന്നെ പോകുകയെന്ന്. വീട് കണ്ടോ മോനെ, ഇഷ്ടായോ? മനുഷ്യ, നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടോ? പറഞ്ഞേ പറഞ്ഞേ, കൊച്ചുവാനിയുടെ പുതിയ വീട് എങ്ങനെയാന്ന് വന്നേ, ഒരു വേഗം വന്നേ. ഒക്കെ ഞാൻ കേക്കട്ടെ. വലിയ വീടാണോ അതോ കുഞ്ഞു വീടാണോ?